ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയാണ് കേട്ടോ. അതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ്. നസീമ ഇർഷാദ് അവർക്ക് ഒരു കുറേ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ് ചിക്കൻ ടിക്ക ബിരിയാണി കേട്ടോ. ചിക്കൻ ടിക്ക തന്നെ ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫ്യൂഷൻ ടൈപ്പിൽ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ടിക്കക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് കാണിക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താണ്. പിന്നെ വേണ്ടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയാണ്. അതൊരു 2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് ടിക്ക മസാല പൗഡർ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. ഞാൻ ചിക്കൻ ടിക്കൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഈ ഒരു മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ടിക്ക മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനും കിട്ടും. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിക്കൻ ടിക്ക പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. അത് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ചൊരു റെഡ് കളർ വേണം. അപ്പോൾ അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണാണ് അതും ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക. പിന്നെ പുളി കുറവുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ യോഗട്ടാണ് ഞാനിവിടെ എടുത്തത്. ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്ത്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും വേണം. അതൊരു 3 ടീസ്പൂൺ മതി കേട്ടോ. 3 ടീസ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ആ ഒരു തൈരും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തന്നെ മതി കേട്ടോ. നല്ല മസാല ആയിട്ട് തന്നെ വരും. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മസാല വേണ്ടത്. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ 2 കിലോൻ്റെ അളവാണ് പറയുന്നത്. ഇനി ഈ ഒരു ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ള മസാല ആയി പോകരുത്. ഈ ഒരു രീതിയിൽ കുറച്ചൊരു കട്ടിയിലാണ് മസാല വേണ്ടി കേട്ടോ. എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മിനിമം 3 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. തലേന്ന് രാത്രി തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതിന് ശേഷം അത് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടായതിൻ്റെ ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ സിമ്മിലാക്കി വെക്കുക. സിമ്മിലാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. കാരണം ബിരിയാണി കട്ടിലാണ് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തത്. കുറച്ച് വലിയ പീസാണ്. അപ്പോൾ അത് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 3-4 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ടും ഒരു 3-4 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ചെറിയ സിമ്മിൽ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം ഭയങ്കര ക്രിസ്പി ആയിട്ട് എന്താ പറയുക ഒരു ചേരി പോലെ ആയിപ്പോവും ചിക്കൻ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ വേണം. അപ്പോൾ അത് 2 ഭാഗവും ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റത്തെ ബാച്ചാണ്. ഇതിപ്പോൾ 2 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതിവിടെ ഞാൻ 2-3 ബാച്ചായിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയത് നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു എണ്ണയില്ലേ, ഭയങ്കര ഫ്ലേവറുള്ള എണ്ണയാണിത്. എല്ലാ മസാലേൻ്റെ ടേസ്റ്റും അതിലുണ്ടാവും. അപ്പോൾ ആ ഒരു എണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് അരിച്ച് വയ്ക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ അരിച്ച് വെച്ചതാണത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മസാലകൾ വേണം. 2 കറുത്ത ഏലക്കായി, ഒരു 4 പച്ച ഏലക്കായി, 2 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ. ഇനിയിപ്പോൾ ഒരു 2 കൈപ്പിടി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ഉള്ളി ഉണ്ടാവും. ഈ 2 കൈപ്പിടി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു ലാർജ് സൈസ് ഉള്ളി ഉണ്ടാവും. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അല്ലാണ്ട് കളറ് മാറുകയല്ല, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 3-4 പച്ചമുളക് കേട്ടോ. അത് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് വേണ്ടത്. ഒരു 4 മീഡിയം സൈസുള്ള തക്കാളി എടുക്കുക കേട്ടോ. തക്കാളി കുറച്ചധികം വേണം. അപ്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ കുഴയാൻ തുടങ്ങണം. ആ ഒരു ഭാഗമാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നു കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ തന്നെ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഇനി അതും ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് വേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഗരം മസാലൻ്റെ പൊടിയാണ് വേണ്ടത്. ഒരു 2 ടീസ്പൂണോളം ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ പൗഡർ ഇതിൽ യൂസ് ചെയ്യൂല കേട്ടോ. ഇത് നമുക്ക് സാധാരണ ഗരം മസാലയാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ ആ ഒരു പൊടികളെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഈ ഒരു ഉള്ളി മസാലയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് തൈരാണ് വേണ്ടിയത്. പുളി കുറവുള്ള തൈര് കേട്ടോ. ഒരു 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക. നമ്മൾ അളന്നെടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഒരു തൈരും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി പൊരിച്ച ഉള്ളിയാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാനത് ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരു 3 ലാർജ് സൈസ് ഉള്ളി ഞാനിവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഉള്ളിയാണ് പൊരിച്ചത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളി ഇതിൽ നന്നായിട്ടൊന്ന് കിടന്ന് മിക്സായി വരണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശരിക്കും ചേർക്കുക ഡ്രൈഡ് പ്ലംസ് ആണ് കേട്ടോ. ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ പ്ലംസ് ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ തിന്നാൻ വേണ്ടി വാങ്ങിക്കുന്ന ബ്രൗൺ കളറിലുള്ള സീഡ്ലെസ് ആയിട്ടുള്ള കിസ്മിസ് ആണിത്. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴുകിയതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്തതാണ്. സീഡുള്ളത് ചേർക്കരുത്. ഡ്രൈഡ് പ്ലംസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ പൊരിച്ച ആ ഒരു ചിക്കനാണ് ചേർക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആ ഒരു മസാല ഞാൻ ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ലാസ്റ്റ് ചെയ്താൽ മതി അത്. ബാക്കി വരുന്ന മസാല ആ ഒരു എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് ചേർത്തിട്ട് ആദ്യം നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാല ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും ആ ഒരു മസാലയൊക്കെ കോട്ടാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും നമ്മൾ ഇത്രയും പൊരിച്ചൊക്കെ എടുത്തതുകൊണ്ട് ഈ ഒരു ഗ്രേവിക്ക് ആ ടേസ്റ്റ് ഉണ്ടാകും എന്നുള്ള. ഗ്രേവി അപാര ടേസ്റ്റാണ്. ഈ ഒരു സെയിം ഫ്ലേവർ തന്നെ ഗ്രേവിക്കും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആ ഒരു മസാല പൊരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്ന വരെ ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക. ആ ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരും കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ. ഇത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, എന്നാലും അതോടെ ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ ചോറിൻ്റെ പണിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ചോറ് വെക്കാനുള്ളൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, ഗീ ആണ് കേട്ടോ, പശു നെയ്യ്. അതിട്ട് കൊടുക്കുക. ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. മെൽറ്റ് ആയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തു എന്നുള്ള ആ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് ഞാൻ ഓയിലും അതേപോലെ തന്നെ ഗീയും മിക്സ് ആണ് ഇട്ടത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉള്ളി പൊരിച്ചെടുത്തത്. അപ്പോൾ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. മുഴുവനായിട്ടില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തുണ്ടല്ലോ, അത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ വേണം. 2 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലക്കായ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി ചേർക്കുമ്പോൾ ഞാനിവിടെ എടുത്ത അരി എന്ന് പറയുന്നത് കായമ റൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് ബസ്മതി റൈസ് നീളമുള്ള വെള്ള അരി വേണമെങ്കിൽ അതും ചേർക്കാം. ഇഷ്ടമുള്ള അരി ചേർക്കാം കേട്ടോ. ടിക്ക ബിരിയാണി ശരിക്കും ഈ ഒരു കായമ വെച്ചിട്ടല്ല ചെയ്യുക. നമ്മൾ വൈറ്റ് ബസ്മതി റൈസാണ് ഉപയോഗിക്കുക. ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആ ഒരു അരിയാണ് ഇതിന് ഏറ്റവും ഇതായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു ഫ്യൂഷൻ ടൈപ്പ് ആണെന്നുള്ള. അപ്പോൾ നമുക്ക് ഈ ഒരു അരി കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഞാനിത് മാറ്റിയത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളമാണ് വേണ്ടി കേട്ടോ. 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം. അത് നല്ല തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി ഒന്ന് വറുത്തതിന് ശേഷമാണ് ചേർത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഒന്ന് വായിലാക്കി നോക്കിയാൽ മതി. ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിന, ഒരു ചെറിയ കൈപ്പിടി കേട്ടോ, 1-2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, രണ്ടും കൂടി അത്രേ ഉള്ളൂ. മല്ലിച്ചപ്പും പുതിന. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പകുതി വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിയിലുള്ള ചോറും മേലെയും മേലുള്ള ചോറ് അടിയിലും വരുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണ ഇത് മറിച്ചിടുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കലില്ല, മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിയത്തെ ചോറ് മേലാകുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പകുതി വെന്ത് കഴിഞ്ഞാലിട്ട് ഒരു 1/4 ഭാഗം ഒന്ന് വറ്റിക്കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോഴാണ് ഫുള്ളായിട്ട് നമുക്ക് വെന്ത് കിട്ടുക. ഇപ്പോൾ അത് 2-3 മിനിറ്റ് നേരം കൂടി ഞാൻ വേവിച്ചതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ റൈസൊക്കെ നല്ല പാകത്തിൽ വെന്തിന് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഗീ കുറച്ചാണ് ചേർത്തത്. ഗീ മീൻസ് നമ്മൾ ഓയിലും മിക്സ് രണ്ടും കൂടാണ് പറയുന്നത്. കുറച്ച് കുറവാണ് ചേർത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ചേർക്കും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് അളവിൽ ചേർത്തത്. ഇതിപ്പോൾ ഒരു 6 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അരിൻ്റെ അളവ് എന്ന് പറയുന്നത് 6 കപ്പാണ്. 2 കിലോ ചിക്കനുമാണ് എടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ മസാല നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ല, അതൊന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ മല്ലിച്ചപ്പ് പുതിന കേട്ടോ, അളവൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലും പുതിന കുറച്ച് കുറവും.
അങ്ങനെയാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മസാല നന്നായിട്ട് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മളിത് ചോറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു ദമ്മിടുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഈ ഒരു മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു റൈസില്ല, അതിൽ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അടിയിൽ പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിലാണ് നമുക്ക് ഈ ഒരു മസാല വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിക്കൻ ടിക്ക അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബിരിയാണിയൊക്കെ മസാല ഇടുക കേട്ടോ. നമ്മൾ സാധാരണ മലബാർ ബിരിയാണി ചെയ്യുന്ന പോലെ ഏറ്റവും അടിയിലല്ല മസാല വരിക, സെൻട്രലായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ഒരു മസാല നല്ല ചൂടുള്ളതായിരിക്കണം കേട്ടോ. നല്ല തിളപ്പിച്ചിട്ടുള്ള ആ ഒരു മസാലയാണ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നത്. കാരണം ചോറിനും നല്ല ചൂടുണ്ടാവണം, അതേപോലെ തന്നെ ഈ ഒരു മസാലക്കും നല്ല ചൂടുണ്ടാവണം. ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മൾ ദം ചെയ്യുമ്പോൾ കറക്റ്റ് ഫ്ലേവറിൽ നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ കുറച്ച് പൊരിച്ച ഉള്ളി അവിടെ മാറ്റിയില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ദം ഇടുന്ന സമയത്ത് ഈ ഒരു മസാലേൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള ആ ഒരു ചോറില്ല, പകുതി റൈസ് നമ്മൾ മാറ്റി വെച്ചാൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചോറ് അധികം ചൂടാറിപ്പോകരുത്, ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചും കൂടെ ആ ഒരു ഉള്ളി പൊരിച്ച ഗീയും ഓയിലും കൂടെ മിക്സാണിത്. അത് 2 ടേബിൾ സ്പൂൺ ഇതിൻ്റെ മേലെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഒരു 3-4 പീസ് ചിക്കൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും മേലെ ഒരു 3-4 പീസ് ചിക്കനും കൂടെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് റോസ് വാട്ടറിൽ ഞാൻ സാഫ്രോൺ കളർ കലക്കിയതാണ് ഇട്ടത്. അതൊന്ന് സെൻട്രലായിട്ട് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുക. സെൻട്രലോ എവിടെ ആയാലും മതി, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള ഉള്ളി ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ പൊരിച്ച ഉള്ളിയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മല്ലി പുതിന, അത് നമ്മൾ നേരത്തെ അരിഞ്ഞാൽ കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഏറ്റവും മേലെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചാർക്കോൾ നന്നായിട്ട് ഞാൻ കത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്മോക്കി ഫ്ലേവറും കൂടി വരണോട്ടെ അതിന്. എന്നിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചെമ്പിൻ്റെ മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഏറ്റവും സിമ്മിലായിരിക്കണം. എല്ലാ അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ ചെമ്പ് വെച്ചാലും മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം അത്രയും ചെറിയ തീയിൽ നമ്മളിതൊന്ന് ദം ചെയ്തെടുക്കട്ടെ. അതുവരെ അത് തുറന്ന് നോക്കരുതേ. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കാവൂ കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം അടിയിലൊരു തവ വെക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ അത് നമ്മൾ ദമ്മൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. തുറക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക മണവും ഒരു ഇതൊക്കെയാണ്. ഒരു സാധാരണ നമ്മളൊരു മലബാർ ബിരിയാണിൻ്റെ മണമൊന്നുമല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല എരിവും ഇതും ഒക്കെ ഉള്ള നല്ലൊരു ബിരിയാണി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് മേലെ വെച്ച ആ ഒരു ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ മസാല വേറെയും അതേപോലെ തന്നെ റൈസ് വേറെയല്ല വിളമ്പുക, ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് തന്നെയാണ് നമ്മളത് വിളമ്പി എടുക്കട്ടെ. ഒരുപാട് അങ്ങ് മിക്സ് ആക്കൂല, ജസ്റ്റ് ഒന്നിങ്ങനെ അടിയത്തെ ചോറും മേലുള്ള ചോറും ഒന്ന് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഒരു 3-4 പ്രാവശ്യം കയ്യിലുണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. ഒരുപാടിട്ട് കുഴച്ച് നമ്മൾ ഇറച്ചിച്ചോറൊന്നും ആക്കണ പോലെ അങ്ങനെ ആക്കിയെടുക്കരുത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കുറച്ച്. ഇപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ അറബ്സിനൊക്കെ ഇവിടെ ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ അവർ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പിലുള്ള ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരിക കേട്ടോ. അവർക്ക് കുറച്ച് എന്താ പറയുക, നമ്മളെ ഇന്ത്യൻ സ്പൈസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണിത്. ഇപ്പം ബിരിയാണി എന്നാണ് പറയുക തന്നെ ചെയ്യുക, അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷഹസാദ് ഹോട്ടൽ അങ്ങനത്തെ ഒക്കെ കുറേ ഇവിടെ ബിരിയാണിക്ക് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻ ബിരിയാണിക്ക് പേര് കേട്ട കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അസീസിയിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഈ അറബ്സ് പോയിട്ട് കഴിക്കുക ഈ ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈപ്പിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ഒരു ബിരിയാണി. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. വെറുതെ കണ്ടിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല നിങ്ങൾ പറയരുത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ചിക്കൻ ടിക്ക ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ്, ഞാൻ എന്താ പറയുക, അത്രയും ഉറപ്പ് തരാം, ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് എന്നും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.